പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. പുതിയ മാസത്തിന്റെ പ്രാരംഭ ദിവസം ആഗസ്റ്റ് മാസം 1-ാം തീയതി 2024 8-ാം മാസം ഈ പ്രാരംഭ ദിവസം നാം ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ഒരുമിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന നിമിഷങ്ങളാണ്. പുതിയൊരു തീം ഇന്നു മുതലുള്ള ചിന്തകളിൽ നാം കൃപയിൽ വളരുക, ദൈവകൃപ എന്ന വിഷയത്തെ സംബന്ധിച്ച് തുടർമാനമായി പഠിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഏവരുടെയും സഹകരണവും പ്രാർത്ഥനകളും ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ്. ദയവായി ഇത് മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക. മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഫാമിലി ഗ്രൂപ്പുകളിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പുകളിലേക്ക് ഈ സന്ദേശങ്ങൾ നിങ്ങൾ സെൻഡ് ചെയ്യുക. ധാരാളം പ്രിയമുള്ളവർ ഈ കൃപയെ അനുഭവിക്കട്ടെ, ഈ കൃപയിൽ ജീവിക്കട്ടെ, ദൈവകൃപയിൽ നിലനിൽക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 12-9 വാക്യം, എന്റെ കൃപ നിനക്ക് മതി. നമ്മുടെ ദിവസങ്ങളിലേക്കുള്ള വിഷയത്തിന്റെ വിശകലനത്തിന് വേണ്ടി ആ ഒരു വാക്യം മാത്രം മതിയാകും. അപ്പോസ്തലൻ പൗലോസിനോട് കർത്താവ് നേരിട്ട് പറയുന്ന ഒരു വാഗ്ദത്തം, ഒരു ആലോചന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു ഈ മറുപടി. കൃപയുണ്ടെങ്കിൽ അത് മതിയാകും. സഫിഷ്യന്റ് എന്നാണ് അവിടെ കർത്താവ് പൗലോസിനോട് പറയുന്നത്. കൃപയെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ കഴിയുന്നത് കർത്താവിന് തന്നെയാണ്. എന്താണ് അതിന് കാരണം? കൃപ കൊണ്ടുവന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1:17 മോശ ന്യായപ്രമാണം കൊണ്ടുവന്നു, എന്നാൽ ക്രിസ്തു മുഖാന്തരം കൃപ വെളിപ്പെട്ടു. അതുകൊണ്ട് കൃപയുടെ ദാതാവ് നമ്മുടെ കർത്താവാണ്. അത് മാത്രമല്ല, കൃപയെ എന്റെ കൃപ എന്നും കർത്താവ് വിശേഷിപ്പിക്കും. എന്റെ കൃപ നിനക്ക് മതി. ആ കർത്താവ് തന്നെയാണ് വീണ്ടും പറയുന്നത്, കൃപയുണ്ടെങ്കിൽ അത് മതി നിങ്ങൾക്കെല്ലാമായി. ആ കൃപ പ്രിയമുള്ളവരെ നിങ്ങളെ ശക്തീകരിക്കുന്നു, നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നു. ആ കൃപയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെ നമുക്ക് ഈ ദിവസങ്ങൾ വളരെ സവിസ്തരമായി പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതുകൊണ്ട് തിരുസന്നിധി എന്നുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളും ദൈവകൃപ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. കൃപയുടെ ഉറവിടം യേശുവാണ്. യേശു മുഖാന്തരം നമുക്ക് കൃപ മേൽ കൃപ ലഭിക്കുന്നു. തീത്തോസ് ലേഖനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു വരും. രക്ഷാകരമായി രക്ഷിക്കുന്ന കൃപ, സാൽവേഷൻ ഗ്രേസ്. ഇവിടെ നാം ഇന്ന് വായിച്ച കുറിവാക്യത്തിൽ സഫിഷ്യന്റ് ഗ്രേസ്, മതിയായ കൃപ. എന്തുകൊണ്ട് ഈ ഭാഗം നാം കൂടുതലായി ചിന്തിക്കണം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ കൃപയിൽ വളരുന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. കൃപയിൽ വളരുക, ഗ്രോയിങ് ഇൻ ഗ്രേസ്. കൃപയിൽ വളരുക. യേശു കർത്താവിന്റെ വളർച്ചയിൽ പോലും പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. യേശുവിന്റെ ശാരീരിക, മാനസിക, ഭൗതിക വളർച്ചയിൽ കൃപ ഒരു അതിപ്രധാനമായ ഘടകമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പങ്കുവെക്കട്ടെ, ഏറ്റവും പ്രാധാന്യം കൃപയ്ക്കാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്കൊരു കാര്യം മാത്രമേ അന്വേഷിക്കാനാവുകയുള്ളൂവെങ്കിൽ നാം എന്താണ് അന്വേഷിക്കേണ്ടത്? ചിലർ പറയും വിശ്വാസമാണ് അത് നമുക്ക് എപ്പോഴും വേണ്ടിയത്. കാരണം നമ്മെ വിശ്വാസികൾ എന്ന് വിളിക്കണമെങ്കിൽ വിശ്വാസമല്ലേ വേണ്ടത് എന്നാവും അങ്ങനെയുള്ളവരുടെ ന്യായം. മറ്റു ചിലർ പറയും സ്നേഹമാണ് വേണ്ടത്. കാരണം നിലനിൽക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ. 1 കൊരിന്ത്യർ ലേഖനം 13:13 പൗലോസ് അതിൽ സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പൊ വിശ്വാസം നാം കണ്ടു. സ്നേഹത്തെക്കുറിച്ച് പറയുന്നവർ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇനി മറ്റു ചിലർ അത്യന്തമായി നമുക്ക് വേണ്ടത് ക്ഷമയാണെന്ന് ആവശ്യപ്പെടും. കാരണം പുതുനിയമത്തിലെല്ലാം ക്ഷമിക്കുവാനുള്ള ഒരു കഴിവിനെ കുറിച്ച് ബൈബിൾ ആവർത്തിച്ച് പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:35 വാക്യത്തിൽ, സഹോദരനോട് നാം ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവ് നമ്മോട് ക്ഷമിക്കുകയില്ല എന്നാണല്ലോ വിശുദ്ധ വചനം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് ശ്രദ്ധിക്കുക, ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു കാര്യം മാത്രമേ എടുക്കാനാവൂ എന്ന് പറഞ്ഞാൽ നാം എടുക്കേണ്ടത് മറ്റൊന്നുമല്ല, അത് കൃപയാണ്. കാരണം കൃപ എടുത്താൽ ബാക്കിയുള്ളതെല്ലാം അതത് സമയത്ത് നമുക്ക് ലഭ്യമാകും. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ദൈവം തന്നെ നമുക്ക് നൽകുന്ന ശക്തിയാണ് കൃപ എന്നുള്ളത്. പ്രിയമുള്ളവരെ, കൃപയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ ഉദാഹരണത്തിൽ കൂടി ഒരു വലിയ സന്ദേശം ഞാൻ നിങ്ങളോട് വ്യക്തമാക്കാം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്നിരിക്കട്ടെ, തന്റെ പകലത്തെ അധ്വാനത്തിന് ശേഷം വൈകുന്നേരം ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. വരുന്ന വഴി അദ്ദേഹം രോഗിയായിരിക്കുന്ന ഒരു സഹോദരനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ കാര്യം, സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം സന്ദർശിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ നേരത്തെ തന്നെ തന്നെക്കുറിച്ച് വളരെ കള്ളക്കഥകളും അപവാദങ്ങളും പറഞ്ഞു വരുത്തിയ ഒരു പരിചയക്കാരനെ മടക്കയാത്രയിൽ ബസ്സിൽ വെച്ച് കണ്ടുമുട്ടുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്നലകളിൽ തന്നെക്കുറിച്ച് ദൂഷണം പറഞ്ഞ അപമാനകരമായ രീതിയിൽ തന്നോട് ഇടപെട്ട ഒരു വ്യക്തിയെ യാദർശിക കണ്ടുമുട്ടുന്നു. മൂന്നാമത്തെ രംഗം, താൻ വീട്ടിൽ വന്നപ്പോൾ പകൽ മുഴുവൻ വീട്ടുജോലികളും കുട്ടികളുടെ പരിചരണവുമായി വലഞ്ഞുപോയ തന്റെ ഭാര്യ അല്പസ്നേഹത്തിനും സ്വാന്തനത്തിനും ആശ്വാസത്തിനുമായി കൊതിച്ച് തന്നെ കാത്തു നിൽക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, അവസാനത്തെ രംഗം, പകൽ മുഴുവൻ സ്വന്തം ഭവനത്തിലെ അധ്വാനവും കഠിനമായ ജോലികളും ചെയ്ത് വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊത്ത്, ഭർത്താവിനോടൊത്ത് അല്പസമയം വേറിട്ട് സന്തോഷിക്കുവാൻ, സമാധാനത്തോടെ ചില നിമിഷങ്ങൾ ഒരുമിച്ചായിരിക്കാൻ കാത്തിരിക്കുന്ന
തന്റെ ഭാര്യ. വ്യത്യസ്തമായി 3 സാഹചര്യങ്ങൾ, 3 3 കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. രോഗിയായ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശ്വാസമാണ് വേണ്ടി. അത് നമുക്കറിയാം. വിശ്വാസമുള്ള പ്രാർത്ഥനയെ ദീനക്കാരനെ സൗഖ്യമാക്കുന്നു. അവിടെ ചെന്ന് രോഗിയുടെ അടുക്കൽ ചെന്ന് കഥ പറയാനോ അല്ലെങ്കിൽ തന്റെ സങ്കടങ്ങൾ പറയാനോ താൻ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളുടെ നിരാശ പങ്കുവെക്കാൻ അവന് കഴിയത്തില്ല. രോഗിയെ കാണുമ്പോൾ വിശ്വാസത്തിന്റെ വാക്കുകൾ ബലപ്പെടുത്തുന്ന, ധൈര്യത്തിന്റെ പ്രത്യാശയുടെ വാക്കുകൾ പകർന്ന് രോഗിയെ ശക്തിപ്പെടുത്തും. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കണം. എന്നാൽ തന്നെ നിരന്തരം ദ്രോഹിച്ച ആ പരിചയക്കാരനെ ബസ് താൻ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ക്ഷമയാണ്. തന്റെ മനോഭാവങ്ങളിൽ എല്ലാം വിട്ടുകളഞ്ഞുള്ള പുഷ്പളമായ സ്നേഹം പ്രകടിപ്പിക്കുവാൻ തന്നിൽ നിന്ന് വെളിപ്പെട്ടു വരേണ്ടത് ദീർഘക്ഷമയാണ്. എന്നാൽ വീട്ടിൽ വരുമ്പോൾ ഭാര്യയ്ക്ക് നൽകേണ്ടത് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ കൂടി കൈമാറുന്ന സന്തോഷങ്ങളും ആ കുടുംബത്തിലെ ആനന്ദവും അതിനെ മുൻകൈ എടുക്കുവാൻ കഴിയുന്നത് ഈ ഭർത്താവിന് മാത്രമാണ്. അവിടെ ഭാര്യ ആവശ്യപ്പെടുന്നത് സ്നേഹം മാത്രമാണ്. പ്രിയമുള്ളവരെ, 3 വ്യത്യസ്ത തലങ്ങളിൽ 3 രീതിയിൽ ഒരേ വ്യക്തി പങ്കിടേണ്ട ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഏതെങ്കിലും ഒരു ക്രിസ്തീയ ഗുണം മാത്രമേ ഇദ്ദേഹത്തിന് കൈവശമുള്ളൂവെങ്കിൽ യഥോചിതം വിശ്വാസവും ക്ഷമയും സ്നേഹവും നൽകുവാൻ കഴിയുന്നത് എങ്ങനെ? എന്നാൽ കഴിയും. കൃപയുണ്ടെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന് വിശ്വാസവും ക്ഷമയും സ്നേഹവും നൽകുവാൻ സാധിക്കും. കാരണം ദൈവത്തിന്റെ നിബന്ധനകളെ തൃപ്തിപ്പെടുത്താനുള്ള ദൈവത്തിന്റെ തന്നെ നിറവാണ് കൃപ. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യം കൃപയാണ്. കൃപയുണ്ടെങ്കിൽ വേണ്ട സാഹചര്യത്തിൽ വേണ്ടതുപോലെ നൽകുവാൻ നമുക്ക് കഴിയും. അതിന് നമ്മെ ശക്തിപ്പെടുത്തുന്നതും കൃപ തന്നെയാണ്. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.